PR ഏജൻസിയുടെ കാര്യത്തിൽ എന്താണ് പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നുള്ള കാര്യം പറയുമ്പോഴും ആ PR ഏജൻസി ആരായിരുന്നു, ആ PR ഏജൻസിയുമായുള്ള ബന്ധം മുഖ്യമന്ത്രി പറയുകയാണ് പാർട്ടി നേതാവിന്റെ മകനാണെന്ന്. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ അവിടുത്തെ പല പത്രങ്ങളിലും ഇതേ രൂപത്തിലുള്ള കുറിപ്പ് കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. ഇതിലൊന്നും വ്യക്തത വരുത്തിയിട്ടില്ല. അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ ഒരു PR ഏജൻസി ഒരു കുറിപ്പ് തന്നെ കൂട്ടിച്ചേർത്തുവെന്നും ഇത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ജാഗ്രത അല്ലേ ഒന്ന് വായിച്ചാൽ ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതായത് ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് September 30 ആണ്. ഇന്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 150 kg of gold and hawala money worth 123 crore were seized by the state police in the last 5 years from Malappuram district. This money is entering Kerala for anti-state and anti-national activities. അപ്പോൾ ഇതിൽ PR representatives were present during the interview. PR representatives attempted to influence the content of the interview by adding statements. അതാണ് വിശദീകരണം. By adding statements. അതായത് മുഖ്യമന്ത്രി പറയാത്ത എഡിറ്റോറിയൽ ഇന്റഗ്രിറ്റിക്ക് ചേരാത്തതാണെന്ന് പത്രം തന്നെ പറഞ്ഞു വയ്ക്കുന്നു. ശരി, ആയിക്കോട്ടെ. ആ PR ഏജൻസി എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതേക്കുറിച്ച് പിന്നെ മുഴുവൻ ഹിന്ദു മാപ്പ് പറഞ്ഞത് ആദ്യത്തെ വരി അങ്ങനെയായിരുന്നു. അതിന്റെ ഇല്ല, ആദ്യത്തെ വരി അങ്ങനെയായിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ നിഷേധിച്ചു. മുഖ്യമന്ത്രി നിഷേധിച്ചത് ആദ്യം പറഞ്ഞു 3 പേര് ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 3 പേരുണ്ടായിരുന്നു പറഞ്ഞു. ഈ വ്യക്തി ആരാണെന്ന് പറയുന്നു, പാർട്ടി നേതാവിന്റെ മകനാണെന്ന് പറയുന്നു. അതിനുശേഷം മറ്റൊരാൾ അയാൾ പത്രത്തിന്റെ പ്രതിനിധിയാണെന്നാണ് ഞാൻ കരുതിയത് പറയുന്നു. വസ്തുതാപരമായി പറയണം. അഭിമുഖത്തിന്റെ ഭാഗമായി അത് വന്നതാണോ? മുഖ്യമന്ത്രി ഈ മലപ്പുറം പരാമർശം ആ അഭിമുഖത്തിൽ നടത്തിയിട്ടുണ്ടോ? അതാണല്ലോ നമ്മുടെ ചോദ്യം. PR ഏജൻസി മറ്റൊരു വിഷയമല്ലേ? ആ ചോദ്യത്തിൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുന്നത്? ഹിന്ദു നൽകിയ വിശദീകരണമേ നമ്മുടെ മുന്നിലുള്ളൂ. ഹിന്ദു നൽകിയ വിശദീകരണം എന്താണ്? അത് ആ അഭിമുഖത്തിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, അത് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. അവിടെ തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർക്കാം. പക്ഷേ കൂട്ടിച്ചേർക്കുന്നത് ആരുടെ താല്പര്യമായിരുന്നു? ഇതിനകത്ത് നമ്മൾ ഇതിന്ന് വഴിമാറിപ്പോകണം. ഇതിനകത്ത് CM-ന്റെ ഓഫീസ് ആണ് ഈ കാര്യത്തിൽ കറക്ഷൻ ആവശ്യപ്പെട്ടത്. CM's ഓഫീസ് sought a correction and explanation for the inaccuracies in the report. അത് ചോദിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ കമ്പയർ ചെയ്തത്. EP ജയരാജൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ മാപ്പ് പറയണം എന്നുള്ളതാണ്. പോസ്റ്റുകൾ പിൻവലിക്കണം, തെറ്റ് പരസ്യപ്പെടുത്തണം. അത് ആരാ ചെയ്യേണ്ടേ? ഈ ആഡ് ഇട്ടത് DC ബുക്സ് ആണ്. DC ബുക്സ് ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തണം. ഇവിടെ പെട്ടിരിക്കുന്നത് DC ആണ്. DC പറയണം. സംശയമൊന്നുമില്ല. DC പറയണം. DCയും പെട്ടിട്ടുണ്ട്, പാർട്ടിയും ഇല്ല. പാർട്ടി എവിടെയാണ് പെടുന്നത്? നിങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ പുറത്ത് പാർട്ടി. എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ UDF പെട്ടിട്ടില്ലേ? UDF-നെ കുറിച്ച് എന്തെല്ലാം എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്? സതീശനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. UDF ഈ പറയുന്ന എല്ലാ കണ്ടമാന വലതുപക്ഷ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് പാർട്ടി അവഹേളിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്താണെന്ന് എഴുതിയിട്ടുണ്ട്. കേസുധാരനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് എഴുതിയിട്ടില്ല. കേസുധാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണോ സ്മൃതി വിശ്വസിക്കുന്നത്? നമുക്കറിയാം, അദ്ദേഹം ഓൺ ചെയ്യുന്നില്ല. ഇതാ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ ഞാൻ ഇനി സജീവ രാഷ്ട്രീയം വിടുന്നു, ഇനി പറയാനുള്ളത് പുസ്തക രൂപത്തിൽ വരുമെന്ന് പറഞ്ഞ EP എനിക്ക് ഓർമ്മയുണ്ട്. വിധത്തിൽ മറന്നോളൂ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറഞ്ഞു നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാണ്. EP അന്തിമമായിട്ട് ഒരു കാര്യം ഇത് ഞാൻ എഴുതി ഇത് അപ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നു എന്ന് എഴുതുന്നത് വരെ അത് ആ എഴുത്തുകാരന്റെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയുടെ അകത്ത് കയറിയിട്ട് ഇത് അന്തിമ തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നത് ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ നമ്മളൊന്നും എഴുതാത്ത ഒരു സാധനത്തെ കുറിച്ചാണ് എത്ര നേരം ചർച്ച ചെയ്തത്. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. 1 മണിക്കൂർ ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് തോന്നിയാസ വാർത്ത എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? ആ വാർത്ത ആര് എൻഡോസ് ചെയ്യുന്നു? ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. ഈ ചോർന്ന് കിട്ടിയ വാർത്ത ആകെ നമ്മുടെ മുന്നിലുള്ളത് EP ജയരാജൻ എക്സ്ക്ലൂസീവ് ബൈറ്റ്. ഒരു നിമിഷം, ഇന്നലെ പല മാധ്യമപ്രവർത്തകർക്കിടയിലും ഇത് ചോർന്ന് കിട്ടി. ഈ 151 പേജ് അതെന്താ വാർത്തയാക്കാഞ്ഞത്? അതിന് വാലും തലയില്ല. ഇത് ആരാ കൊടുത്തതെന്നറിയില്ല, ഇത് എഴുതിയത് ആരാണെന്നറിയില്ല. രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് ഫേസ്ബുക്കിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഒരു പരസ്യം, പിന്നെ ചോർന്ന് കിട്ടുന്ന ഈ DC ബുക്സിന്റെ ഫോണ്ടിൽ കിട്ടുന്ന 181 പേജ്. ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? അപ്പോഴാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത. നമ്മൾ EP ജയരാജനെ ബന്ധപ്പെട്ടു. EP ജയരാജൻ നിഷേധിച്ചതാണ് നമ്മൾ ലീഡായി കൊടുത്തത്. അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക? നമുക്ക് വാലും നിലയും ഇല്ലാത്ത ഇപ്പൊ DC എനിക്ക് നേരിട്ട് അയച്ചാൽ ഞാൻ കൊടുക്കും. എനിക്ക് DC നേരിട്ട് അയച്ചില്ല. അക്ഷരം മിണ്ടുന്നില്ല. അല്ല, ഇക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് ഇവിടെ ഈ അറിവോ സമ്മതമോ ഇല്ലാതെ പുറത്തു വിട്ടു വന്നാൽ എഴുതി എന്ന് പറയപ്പെടുന്ന ആൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രസ്റ്റ് ചെയ്യല്ലാതെ അയാളാണ് അത് എഴുതിയതെന്ന് നമ്മൾ എത്ര പറഞ്ഞിട്ടും അത് സത്യമാകില്ല. കാരണം ഒന്നുകിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു കരാറുണ്ട്, ഇത് EP എഴുതി തന്നതാണ്, EP മറ്റൊരാളെ കൊണ്ട് എഴുതിച്ചതാണ്, EP എഴുത്തിനായി മറ്റൊരാൾ സഹായം തേടിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾ വന്നിട്ട് പറയണം EP ജയരാജൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഞാനാണ് ഇതെല്ലാം കേട്ടെഴുതിയത്, എന്നിട്ട് ഈ മാനസ്ക്രിപ്റ്റ് DC ബുക്സിന് കൊണ്ട് കൊടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ടാവണം, സ്കാൻഡ് കോപ്പി ആയിട്ട് ഇമെയിലായിട്ട് അയച്ചിട്ടുണ്ടാവണം. ഉണ്ണിസാർക്ക് ഈ പുസ്തകം എഴുതി കഴിഞ്ഞിട്ട്
ഉണ്ണിസാറെ DC-യിലേക്ക് എങ്ങനെയാ മെയിൽ അയക്കുമല്ലേ ചെയ്യുന്നത്? അതെ. അപ്പോൾ ഇമെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതും പറയേണ്ടത് രവി DC ആണ്. കാരണം അവരുടെ ഇമെയിൽ അക്കൗണ്ടിലേക്കാണ് ഇത് ചെല്ലുന്നത്. അല്ലാതെ അല്ല, അങ്ങനെ വന്നാലും അപകടമുണ്ട്. കാര്യം എന്താ അറിയോ, അന്തിമമായി ഇത് പ്രൂഫ് റീഡിംഗ് നടത്തി ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത് വരെ ആ പുസ്തകത്തിൽ വേണ്ടത്ര കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്താനുള്ള അവകാശം ഓഥറിനുണ്ട്. പിന്നെ എനിക്ക് ഒറ്റ സംശയം കൂടിയുണ്ട്. DC-യിൽ നിന്ന് അവർ പ്രസിദ്ധീകരിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരം അഡ്വർടൈസ്മെന്റ് ഇട്ട ഒരു സാധനത്തിന്റെ ഡ്രാഫ്റ്റ് എങ്ങനെയാണ് ചോരുന്നത്? പുസ്തകമാക്കാതെ ഡ്രാഫ്റ്റ് ഇലക്ഷന്റെ ഡേയിൽ. അതെ, അതപ്പോൾ UDF-നെ സഹായിക്കാൻ വേണ്ടി പുറത്തുവിട്ടതാണോ? ചേലക്കരയിൽ ഡയറക്ട് ഫൈറ്റ് എന്ന് പറയുന്നത് UDF-ഉമായിട്ടാണ്. അപ്പോൾ രവി DC ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായോ? DC എന്താ സംശയം? DC-യുടെ ക്രെഡിബിലിറ്റി അല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നത്? ഈ നിമിഷം നമ്മളടക്കം ചോദ്യം ചെയ്യുന്നതല്ലേ? അല്ല, ഞാൻ അവരുടെ ഗൂഢാലോചനയിൽ അവർ പങ്കാളികളാണോ അല്ലയോ എന്നുള്ളതിന് ഉത്തരം രവി DC പറയണം. കാരണം ഈ പുസ്തക പ്രസാധന ബിസിനസ് ഉണ്ണിസാർ പറഞ്ഞ പോലെ DC ബുക്സിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ എഴുതിയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പുസ്തക പ്രസാധന ബിസിനസ് 19 കൊല്ലമായിട്ട് നടത്തുന്ന DC ബുക്സിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന അവർ ഭാഗമായി എന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി പൂർണ്ണമായും ലോസ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് രവി DC നിൽക്കുമോ? ഉത്തരം പറയേണ്ടത് രവി DC ആണ്. എന്തായാലും DC മറുപടി പറയട്ടെ. Meet the editors.